റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ ഹാജരാക്കുന്നത് പോലെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചാനലുകൾ ചോദിക്കുമ്പോഴും ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും വള്ളി നിക്കറിട്ട് അൻവർ പോകുമ്പോ നിയമസഭയിൽ ചോര ഒലിപ്പിക്കുന്ന ഷർട്ടുമായി വന്ന് അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി നിങ്ങൾക്ക് എന്നെ തല്ലി ഒതുക്കാം, എന്റെ ശരീരം തല്ലി ഒടിക്കാം, പക്ഷെ ഞാൻ ഉയർത്തുന്ന ശബ്ദത്തെ, എന്റെ പ്രതിഷേധത്തെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അന്ന് 2ലോ 3ലോ പഠിക്കുകയാണ് PV അൻവർ. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ആ വസ്തുതയ്ക്ക് ഒരു പിൻബലം വേണ്ടേ? അങ്ങനെ എന്തു മാർക്കും പറയാമെന്നതാണോ? മാധ്യമങ്ങൾ കുറച്ചുനാൾ പൊക്കിക്കൊണ്ട് നടക്കും, അതേ പൊക്കിയതുപോലെ മാധ്യമങ്ങൾ താഴെയിടും. അരുൺകുമാർ, അൻവറിനെതിരെ ഏറ്റവും കൂടുതൽ വാർത്തകൾ, അൻവറിന്റെ അനധികൃതമായ കാര്യങ്ങളൊക്കെ വാർത്തയായിട്ട് കൊടുത്തത് ഞങ്ങളൊക്കെ തന്നെയാണ്. അന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. അന്ന് അൻവർ നിങ്ങളുടെ ഹീറോയായിരുന്നു. ഇപ്പോൾ എന്താണ്? അൻവർ നിങ്ങൾക്ക് പാർട്ടിക്ക് അനഭിമതനാണ്, അൻവറിനെതിരെ മുദ്രാവാക്യം വിളി, അൻവറിനോട് പറയുന്നു ഈ കളി ഇങ്ങോട്ട് വേണ്ട എന്ന്. അപ്പോൾ അൻവറിനെ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്, അല്ലാതെ അൻവറിനെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ല കേട്ടോ. അല്ല, ഇപ്പൊ മറുനാടൻ മലയാളിക്കെതിരെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ശ്രീ PV അൻവർ. ഇന്ന് മറുനാടൻ മലയാളി വാർത്ത ചെയ്തത് അൻവറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. മറുനാടൻ മലയാളിയുടെ വാചകങ്ങളാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് 50 തവണയിലധികമാണ്, ശ്രീ ഏഷ്യാനെറ്റ് 50 തവണയിലധികമാണ് ശ്രീ PV അൻവറിന്റെ ഫോട്ടോ വെച്ച് പ്രൈം ന്യൂസ് അവറിൽ ചർച്ച നടത്തിയത്. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റിലെ ഗസ്റ്റ് ആയിരുന്നു ശ്രീ PV അൻവർ. അതുപോലെ കാര്യങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അൻവർ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അത് ഹീറോയായി ഉയർത്തിയത് കൊണ്ടാണോ അദ്ദേഹത്തെ ലൈവായിട്ട് വിളിക്കുന്നതും അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുന്നതും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കൊടുക്കുന്നതും? അങ്ങനെ പറയില്ല ശ്രീ KS അരുൺകുമാർ. അല്ല, നിങ്ങൾ എന്തു വാർത്തയും കൊടുത്തോ, മിസ്റ്റർ മഞ്ജുഷ്, എന്തു വാർത്തയും കൊടുത്തോ, പക്ഷെ നിങ്ങൾ ചോദിക്കണം, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? അഴിമതിക്കാരനാണ്. എന്താണ് അഴിമതി? എന്തെങ്കിലും സാമ്പത്തികമാണോ, ഭൂമിയാണോ, എന്ത് അഴിമതിയാണ് നടത്തിയത്? എന്താണ് അതിന്റെ വസ്തുത? ചോദിക്കണ്ടേ? ഇതിനെല്ലാം ഒറ്റ മറുപടിയാണ്. ഭരണപക്ഷത്ത് നിന്നുള്ള ഒരു MLA ആണ് ഈ ചോദിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ, വലതുപക്ഷത്തെ ആരാണ് അദ്ദേഹത്തെ കോടാലിക്കൈയായി ഉപയോഗിച്ചത്? നിങ്ങളുടെ കയ്യിൽ അതിന് കൃത്യമായ തെളിവുണ്ടോ? ആരാണ് അൻവറിനെ ഉപയോഗിക്കുന്നത് എന്ന്? അതോ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണോ എന്ന് ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം, RSSനാൽ 218 പ്രിയപ്പെട്ട സഖാക്കൾ കൊല്ലപ്പെട്ട പ്രസ്ഥാനമാണ് CPM. എന്നും RSSന്റെ മുഖ്യ ശത്രു CPM തന്നെയാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് അടക്കം റദ്ദാക്കാൻ CPM നിയമ പോരാട്ടം നടത്തിയപ്പോൾ ഏറ്റവും നിശ്ചിതമായി BJPയും RSSും എല്ലാം ഞങ്ങളെ വിമർശിച്ചതും ആരോപണങ്ങൾ ഉന്നയിച്ചതും ഈ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ നോക്കുന്നതും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. RSSും CPMും ഒറ്റക്കെട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭീത ബന്ധമുണ്ട് എന്ന് ഒരു MLA ഉന്നയിക്കുമ്പോൾ അത് വലതുപക്ഷം കുറച്ച് നാളായി, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണം അതേ രൂപത്തിൽ ആവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു MLA മാറുകയാണ്. വസ്തുത വേണ്ടേ? ഫാക്ട്സ് വേണ്ടേ? അതിന്റെ തെളിവ് വേണ്ടേ? അത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന MLAക്ക് ഇടതുപക്ഷമായിട്ടൊരു ബന്ധമില്ലെന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലെന്നും ഞങ്ങൾക്ക് ഇനി അദ്ദേഹത്തെ വേണ്ടെന്നും പാർട്ടിയുടെ കാര്യമാണ് KS അരുൺകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നത്. അൻവർ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്, വലിയൊരു പുകമറ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും തെളിവുകൾ അദ്ദേഹം ഇതുവരെ പൊതുസമൂഹത്തിന് നൽകിയിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ ഡിഫൻസായിട്ട് CPM എടുത്തിരിക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈ. ഇത് ഡിഫൻസ് ഒന്നുമല്ലെന്ന് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തല്ലേ. അൻവർ നിക്കറിട്ട് നടക്കുമ്പോ ചോറ് ഒലിപ്പിച്ചിട്ട് മറ്റേ നിയമസഭയിൽ വന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ചരിത്രം ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇവിടെ കിടന്ന് മൂളിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്നത്? DYFIയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന പിണറായി വിജയൻ എന്താണെന്നുള്ളത് എനിക്കും അറിയാം, മഞ്ജുഷിനും അറിയാം, ഈ പറഞ്ഞ അരുൺകുമാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള അൻവർ എന്ന് പറയപ്പെടുന്നവൻ അനഭിമിതനാണ് ഇവർക്കിപ്പോ, അല്ലെ? ഇപ്പൊ പറയുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അടക്കം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിലൊരു ധ്വനി ഉണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ പുറകിൽ, കള്ളക്കടത്തിന്റെ പുറകിലടക്കം
അൻവർ ഉണ്ടെന്ന്. അങ്ങനെയുള്ള അൻവറിനെയാണോ 8 വർഷക്കാലം പാലും തേനും കൊണ്ട് കൊടുത്ത് ഒക്കത്തിട്ട് കൊണ്ട് ഉമ്മ വെച്ച് കൊണ്ടുനടന്നിരുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ഏർപ്പാട് എത്ര കാലം ചെയ്തിരുന്നത് ജനങ്ങളുടെ മുമ്പിൽ? ഇയാളെയാണോ നിങ്ങൾ സംരക്ഷിച്ചിരുന്നത്? ഇപ്പൊ അൻവർ പൊട്ടയാണെന്ന് പറയുന്നത് നിങ്ങൾ, അരുൺകുമാർ തന്നെയാണ് പറയുന്നത്. അരുൺകുമാർ ചരിത്രം പരിശോധിക്കാനാണ് പറയുന്നത് അൻവറിന്റെ. ഈ അൻവറിന്റെ ചരിത്രം പരിശോധിച്ചിട്ട് തന്നെയല്ലേ 2 തവണ ടിക്കറ്റ് ഇട്ട് കൂട്ടത്തെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ചത് ഞങ്ങളാ. ഞങ്ങൾ AKG സെന്ററിൽ വന്നിട്ട്, അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങള്, കേരളത്തിലെ കോടാനുകോടി ജനങ്ങൾ വന്നിട്ട് PV അൻവറിനെ മത്സരിപ്പിക്കണം ശ്രീ പിണറായി വിജയൻ അന്നത്തെ കൊടിയേരിയോടും പറഞ്ഞോ? അല്ലല്ലോ. നിങ്ങളപ്പൊ ഈ ചരിത്രമൊക്കെ പഠിച്ചിട്ട് തന്നെയല്ലേ 2 തവണ ടിക്കറ്റ് കൊടുത്തത്? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കള്ളനാണെന്നും ചരിത്രം പഠിക്കണമെന്ന് പറയുമ്പോൾ, ആ ചരിത്രം കള്ളനായിരുന്ന വ്യക്തിയെ കേരളത്തിനകത്ത് MLA ആക്കി ജയിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ സകലവിധ പ്രവർത്തികളെയും സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തിയ സമയത്ത് അതിന്റെ ചരിത്രം പഠിക്കണം, പിണറായി വിജയനോട് കളി വേണ്ട. എന്റെ പൊന്നു അരുൺകുമാറെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. മുഖ്യമന്ത്രിക്കെതിരെ തെളിവും കിളിവൊന്നല്ലല്ലോ, കാര്യം വളരെ കൃത്യമായിട്ടല്ല അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അയാളുടെ പേരിലുള്ള നാടകത്തിന്റെ കാര്യമുള്ള ഞാൻ ചർച്ച ചെയ്യണം. അയാൾ ഇന്ന് പൊതുസമൂഹത്തിൽ വെച്ച വിഷയം എന്താ? ADGP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി തെളിവില്ലെങ്കിൽ ആഭ്യന്തര CBI എത്ര വർഷം അന്വേഷിച്ചു? എന്നിട്ട് എവിടെയാ തെളിവ്? ആ ED-യും CBI-യും കണ്ടെത്താത്ത തെളിവാണോ ഇനി അൻവർ? താങ്കൾ സംസാരിച്ചപ്പോ വലിയ ചർച്ചയുടെ മാന്യത പറയണല്ലേ? താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ച മിണ്ടാണ്ടിരിക്കാതെ കേക്ക് പറഞ്ഞ കേക്ക്. തെളിവില്ല 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 എന്ന് പറഞ്ഞു കേട്ട് ഈ ഡിഫൻസും കൊണ്ട് നടക്കുന്ന സമയത്ത്, ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തുന്ന സമയത്ത്, നാട്ടിലുള്ള ഒരു പോലീസുകാരനെ വെച്ചിട്ട് അൻവറിനെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നേ ഒരു സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, പോലീസ് സംവിധാനങ്ങൾക്കെതിരെ, ആഭ്യന്തര സംവിധാനങ്ങൾക്കെതിരെ, കേരളത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാരിനെതിരെ സകലവിധ മോശത്തരങ്ങളും കള്ളന്മാരെന്നും കൊലപാതകളെന്നും ഫോൺ ചോർത്തൽക്കാരുമെന്നും പ്രഖ്യാപിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുക്കിയത് കൊണ്ടുവന്ന് കൊണ്ടിരുത്താനുള്ള നാട്ടലുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്? ആഭ്യന്തരമന്ത്രി അല്ലേ? നിങ്ങളുടെ സർക്കാരിന്, നിങ്ങളുടെ പോലീസിന് തെളിവില്ല 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 എന്ന് പറയുമ്പോ നാട്ടിലുള്ള ഒരുത്തന്നെ ഈ മന്ത്രിമാരെ അറിയുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോകണോ? അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളൊക്കെ തെറ്റാണെങ്കിൽ എന്തിന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ തെറ്റായ ധാരണ ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കി? മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തി, ADGP-ക്കെതിരെ ഗൂഢാലോചന നടത്തി, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ഗൂഢാലോചന നടത്തി, റിയാസിനെതിരെ ഗൂഢാലോചന നടത്തി, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. എന്താ നിങ്ങൾക്ക് എന്താ വകുപ്പുകളുടെ അറിയില്ല? ശരി, ശ്രീ KS അരുൺകുമാർ, അതും പ്രതീക്ഷിക്കാമില്ലേ? ശ്രീ KS അരുൺകുമാർ, അതും പ്രതീക്ഷിക്കാമില്ലേ? മന്ത്രിസഭയുണ്ടോ? അതും പ്രതീക്ഷിക്കാമില്ലേ അരുൺകുമാർ? അതും പ്രതീക്ഷിക്കാമല്ലോ അല്ലേ അൻവറിനെതിരെ? അല്ല മഞ്ജുഷ, ഞാനോ ആയിരുന്നു ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? ശരി, ഉല്ലാസം നിർത്തുക. അരുൺ മറുപടി. 11 കൊല്ലമായി രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റ് ആണ്. ഒറ്റ മിനിറ്റ്. ഈ BJP-യുടെ പ്രതീതി തന്നെയല്ലേ ഈ തെളിവിന്റെ കാര്യം പറയുന്നത്? ഈ BJP ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള CBI, NIA, ED കേരളത്തിൽ വന്ന് നിരങ്ങിയില്ലോ സ്വർണ്ണക്കള്ളക്കടത്തും പറഞ്ഞ്. എവിടെയാ തെളിവ്? നിങ്ങൾ എന്തിയാ ഇടയ്ക്ക് വെച്ച് അന്വേഷണം നിർത്തി തിരിച്ചു പോയത്? എവിടെ പോയി നിങ്ങളുടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്? എവിടെ പോയി സ്വപ്ന സുരേഷിന്റെ മൊഴികൾ? ഇതൊക്കെ നിങ്ങളുടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയില്ലേ കേരളത്തിൽ നിന്ന്? അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത തെളിവ് ഈ അൻവറിന്റെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് നിരത്ത്, അതങ്ങ് പുറത്തുവിട്, എന്നും അടുത്ത പത്രസമ്മേളനം വിളിക്ക്. എന്തെങ്കിലും തെളിവിന്റെ കണിക പോലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തലയിൽ തുണിയിട്ട് ഇടയ്ക്ക് രക്ഷപ്പെട്ടു പോകുമോ മിസ്റ്റർ? നിങ്ങളുടെ ഏജൻസി പരാജയപ്പെട്ടു പോയിടത്താണ് അൻവറാണ് യഥാർത്ഥ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി CBI, നേരറിയാൻ CBI, ED, കസ്റ്റംസ് ഒക്കെ തോറ്റ് തുന്നം പാടിയിട്ട് അൻവറിന്റെ കയ്യിൽ തെളിവുണ്ടെന്ന്. ആ തെളിവുണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് വിടാനേ. ഞങ്ങൾക്ക് പുല്ലില്ല പേടിക്കാൻ. വെല്ലുവിളിച്ച് പറയുകയാണ്, എന്ത് തെളിവുണ്ടെങ്കിലും നിങ്ങൾ പുറത്തുവിട്. കഴിഞ്ഞ ദിവസമായിട്ട് ഓരോ ദിവസം പത്രസമ്മേളനം ഉണ്ടല്ലോ. ശ്രീ മഞ്ജുഷ് ഒന്ന് ചോദിക്കുക, തെളിവ് എന്താന്ന് വെച്ചാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയേക്കാൾ വലിയ ആളാണോ അൻവർ? കൊണ്ടുവരട്ടെ തെളിവ്, നമുക്ക് നോക്കാം. ശരി. ഉല്ലാസ് പറഞ്ഞ കാര്യം, അരുണെ, ഉല്ലാസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നും വരട്ടില്ലെങ്കിൽ അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വരെയാണ്. അങ്ങനെ തെളിവില്ലെങ്കിൽ അൻവറിനെ ബുക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്, അൻവറിനെതിരെ കേസെടുക്കൂ എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ അരുണിനോട് ചോദിച്ചത്. അതും ഉണ്ടാകുമല്ലോ, വരുന്ന ഭാവിയിൽ അതും പ്രതീക്ഷിക്കാമല്ലോ എന്ന്.